മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായില്ലേ നമ്മൾ യൂട്യൂബിൽ വീഡിയോസും ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കുറച്ച് സമയക്കുറവും കാരണം വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സാവകാശം കിട്ടാഞ്ഞത് കൊണ്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഇനി അങ്ങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാര്യം നമ്മളിതൊക്കെ നേരത്തെ എടുത്തു വെച്ച വീഡിയോ, അതുപോലെ തന്നെ ചെടികൾ നോക്കി അറിയാം പൂക്കളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട്. അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫ്ലവറൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 10 മണികൾ കുറച്ച് ഞാൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒത്തിരി ഇലകൾ മാത്രമാണ് വരുന്നത്, പൂക്കൾ വളരെ കുറവായിരുന്നു. അപ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ റെഡിയായി. അപ്പം നമ്മൾ ഈ 10 മണി വളർത്തുമ്പോൾ നമുക്ക് വേറൊരു നമ്മളറിയാതെ പോകുന്നൊരു കാര്യമാണ്, 10 മണിയുടെ ഇടയ്ക്കും ഈ കാട്ടുപൂക്കളുണ്ട്, കാട്ടുചെടികളുണ്ടാവും. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു തൈക്കകത്തുനിന്ന് കിട്ടിയതാണ് ദേ ഈ ഒരു കാട്ടുചെടി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. തിന്നായിട്ടുള്ള ലീവ്സ് ആയിരിക്കും, ലീവ്സ് ഒരേപോലെ ആയിരിക്കും, പക്ഷെ അത്ര കട്ടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ മൊട്ട് വരുമ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള മൊട്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് പൂക്കളൊന്നും വിടരില്ല, ജസ്റ്റ് ഇങ്ങനെ പൂമ്പൊടി പോളൻ പോലെ കാണത്തേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തണ്ടിനും ചെറുതായിട്ടൊരു വെള്ള പോലത്തെ കളറായിരിക്കും. അങ്ങനത്തെ ഉണ്ട്. എന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് അങ്ങനെ കുറച്ച് ചെടികളും കളകളൊക്കെ പറിച്ചു കളഞ്ഞു. അന്നത്തെ ഒരു ദിവസം ഞാൻ അവസാനിപ്പിച്ചു. നെക്സ്റ്റ് ഡേയിലെ വീഡിയോ നമുക്ക് പിന്നെ കാണാം കേട്ടോ.